Annual Day Celebrations 2020-2021. St. Joseph School is celebrating its annual day. Dear Reverend Father Shaijudas, dear sisters, teachers, parents, and my dear children, here we have our annual day celebrations. Changes are always the beginning of new experiences. COVID-19 pandemic has thus made us to experiment many changes. So we have a change in our annual day celebrations to a virtual celebration. Here I am trying to report to you in short about St. Joseph's English Medium School, Mangalathuvanam. St. Joseph School has a history of serving the kids of the locality as a nursery school for a long time. But at the vision of late Reverend Father John Baptist, it took the form of a primary school with a CBSE syllabus in the year 2005 with the help of FMCK sisters, Sister Shalini being the first headmistress. Since then, the school is aiming to educate the children in CBSE syllabus with English as the medium of instruction. Now we have classes from pre-KG to standard 5. ഒരു ചേറു കൈത്തിരി എന്തിനാ നിന്റെ അരികിലായ അർച്ചന കെത്തവേ മഹിമ കടാശം ചൊരിയണേ ദേവ മഹിത പ്രകാശം ചൊരിയണേ കരുണാതൻ കാതലേ കൈതൊരാം സ്നേഹകടലേ എൻ ദൈവമേ കൈതൊരാം മഹിമാതൻ കോവിലേ കൈതൊരാം തുരാം മഹിതൻ വെളിച്ചമേ കൈതൊരാം. Dear Father Shaijudas, our headmistress Sister Therese, dear sisters, teachers, parents, well-wishers, and my dear friends. Good evening and a warm welcome to one and all. Once again, we have the annual day celebration of our school. But this time, our celebration is with a difference. Being COVID-19 atmosphere, we have the online celebration. Our sisters and teachers have taken the trouble of collecting the program from each of us and have made it a grand celebration. A big hats off to everyone. Here my duty is to welcome all of you to this function. First of all, I welcome our dear manager, Reverend Father Shaijudas, who has to inaugurate the function. A hearty welcome to you, dear Father. Next, I welcome our headmistress, Sister Therese, who is coordinating the whole program today. Now I welcome all of you, dear sisters, teachers, parents, our parents, and my dear friends to this function. Welcome everyone. Do you enjoy our program? Thank you. Tamasoma jyotirgamaya asatoma sadgamaya. പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
അധ്യാപകരെ, അനധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നാം ഏറെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടിയാണ് നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാലയമായ സെയിൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ ഭവനങ്ങളിലാണ് എങ്കിൽ പോലും വളരെയേറെ ആഹ്ലാദം പരസ്പരം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുക്കിയിട്ടുള്ള കലാവിരുന്ന് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2020-21 അധ്യയന വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെയും സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. COVID-19 എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തെ തികച്ചും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വർഷം കൂടിയാണ് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും നിരാശാജനകമായ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോഴും പരസ്പരം ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും പങ്കുവെക്കുവാനും നാം ഓരോരുത്തരും മാതൃകാപരമായിട്ട് പരിശ്രമിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ഏറെ പ്രിയപ്പെട്ട അധ്യാപകരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും ഓരോ കാലത്തിന് അനുയോജ്യമായിട്ട് കലാവിരുന്നുകൾ തയ്യാറാക്കുകയും എല്ലാ കുട്ടികളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരുക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് എന്നും അധ്യാപകർ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ബലമായി ശക്തിയായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ കഠിനമായ പ്രയത്നത്തെ പ്രത്യേകമായിട്ട് പ്രശംസിക്കുകയാണ് ഈ അവസരത്തിൽ. ഏതുതരം ദുഃഖത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നന്മ നിറഞ്ഞതായി മാറണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും നാം നിരാശയിൽ ആണ്ടുപോകുന്ന ജീവിതമാക്കി മാറ്റരുത് നമ്മുടെ ജീവിതത്തെ. ക്രിയാത്മകമായ മനോഭാവം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിയാത്മകമായി രൂപവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. ജയിലിൽ കിടക്കുന്ന 2 കുറ്റവാളികൾ അഴികൾക്കിടയിലൂടെ ഒരു സന്ധ്യാനേരത്ത് പുറത്തേക്ക് നോക്കുകയായിരുന്നു. ഒരാൾ നോക്കിയപ്പോൾ അഴികൾക്കപ്പുറത്ത് മുറ്റത്ത് കൂടിക്കിടക്കുന്ന ചെളി മൺകൂനകളാണ് കണ്ടത്. ഛേ, ഇവിടെയെല്ലാം മുഴുവൻ ചെളിയാണല്ലോ, അയാൾ വെറുപ്പോടെ പറഞ്ഞു. രണ്ടാമൻ നോക്കിയപ്പോൾ കണ്ടത് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയാണ്. എന്തു ഭംഗിയായിരിക്കുന്നു, എത്ര നല്ല അന്തരീക്ഷം അല്ലേ, രണ്ടാമൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. ശ്രദ്ധിക്കുക, 2 വ്യക്തികളും പ്രതികരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തോടുള്ള അവരുടെ മനോഭാവവും കൂടിയാണ്. അത് നാം ആർജിച്ചെടുക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്, പഠനത്തിലൂടെയാണ്. അതിനാൽ നിങ്ങൾ ആർജിച്ചെടുക്കുന്നവ നിങ്ങളുടെ ജീവിതത്തെ ക്രിയാത്മകമായി നയിക്കുവാൻ പര്യാപ്തമായിരിക്കണം. അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെ പുറത്തു വരുന്നത്. അതിന് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹപൂർവമായിട്ടുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ക്ലാസ് മുറികളിൽ നിന്ന് നാം പഠിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഏതു തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി വിജയം വരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. വിജയം വരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി വേണം നമ്മുടെ പഠന മേഖലകളിലൂടെ നാം കടന്നു പോകേണ്ടത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ കണ്ടെത്തുവാൻ കഴിയണം, അത് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയണം, അതിനെ വളർത്തുവാൻ നമുക്ക് സാധ്യമാകണം. ഇന്നേ ദിവസം സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ നാം പങ്കുകാരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമുക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കലാവിരുന്ന് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. നല്ലൊരു അധ്യയന വർഷം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. കഴിഞ്ഞ കാലത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷം സന്തോഷത്തിൻ്റെയും നന്മയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒന്നായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹബഹുമാനമുള്ള സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷൈജു ദാസ്,
സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ തെരേസ്, മറ്റ് സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ, വർഷങ്ങളായി ഈ ലൊക്കാലിറ്റിയിലുള്ള കൊച്ചു കുട്ടികളെ നേഴ്സറി തലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മംഗലത്തുകോണം നേഴ്സറി സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന സ്കൂളാണ് 2005 ലേറ്റ് റവറൻ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ ശ്രമഫലമായി FMCK സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടുകൂടി CBSE സിലബസ് പ്രകാരം പ്രൈമറി തലത്തിൽ സെൻറ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി രൂപാന്തരപ്പെട്ടത്. അന്നു മുതൽ പ്രൈമറി തലത്തിൽ കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് ഈ സ്ഥാപനം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. We remember with gratitude Reverend Father John Baptist, the first manager of our school. May God bless him with eternal bliss in heaven. We do remember all the sisters, teachers, and non-teaching staff who rendered their services so far. We are grateful also to all the parents who had been the part and parcel of the school with their loving support. The school already has most of our ex-students doing well in different professions and professional studies. During this academic year, though, the school was closed and the children are in their houses, most of the academic activities have been progressing. Online classes, exams, virtual competitions, Christmas program, and now the annual day celebration. Parents were bringing the notebooks, textbooks, exam papers of children for corrections. For all our success, we owe our gratitude to Almighty God, generous managers, selfless service of the staff, cooperative parents, and studious students. I am Priya Lakshmi. I study UKG class. My student is for education class. Son is very fond of Christmas, so I smell of a few nuts to eat. He always asks for more nuts. Mama, please give me some more nuts. Mama said, no, I did not. No, don't eat too much, otherwise you will get stomachache. When his son was around house, he chewed the jar of so many cashew nuts. As the son was crying, Mama, my stomach is paining. He realized his mistake. More love stars away our parents.
നമസ്കാരം. എൻ്റെ പേര് സൂര്യ. ഞാൻ UKGയിലാണ് പഠിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സിംഗത്തിൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും കഥയാണ്. ഒരു ദിവസം കാട്ടിൽ സിംഗം കടന്നുറങ്ങുമായിരുന്നു. ആ സമയം കുഞ്ഞിനെ ദേഹത്ത് കയറി കളിക്കാൻ തുടങ്ങി. സിംഗം ഉറക്കെ തീരുമാനന്നു തന്നെ ശല്യപ്പെടുത്തി നീക്കി കൊല്ലാൻ ഒരുങ്ങി. അപ്പോൾ തന്നെ വെറുതെ വിടുന്നതുകൊണ്ട് എലി സിംഹത്തോടെ അപേക്ഷിച്ചു. ഇതിന് പകരമായി എന്നെന്നും സിംഹത്തെ എലി സഹായിക്കാന്ന് പറഞ്ഞു. സിംഹം ചിരിച്ചുകൊണ്ട് എലിയെ വിട്ടു.
ആഹാ, ഈ കുഞ്ഞെലിയോ? ഒരു ദിവസം സിംഹം വേട്ടക്കാരനെ വലയിൽ വീണു. അലറിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അലച്ച കെട്ട കുഞ്ഞെലി അവിടെ എത്തി. തൻ്റെ മൂർച്ചയുള്ള പല്ല് വെച്ച് വല കടിച്ചു മുറിച്ചു. സിംഹം രക്ഷപ്പെട്ടു. സന്തോഷത്തോടെ എലിയോടെ നന്ദി പറഞ്ഞു. ഗുണപാഠം: ചെറുതായാലും വലുതായാലും മകത്വം കൊണ്ട്. മാന്യ സദസ്സിന് നമസ്കാരം. എൻ്റെ പേര് മിഥില SP. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മയുടെ ത്യാഗത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഘടികാര ചക്രങ്ങൾ പുലർക്കാനമറിയിച്ച നേരത്തുണിരുന്നിരുന്നെന്നമ്മ, തൂമഞ്ഞ തുള്ളികളെ വെയിൽ കോരി മാറ്റിയതറിഞ്ഞിരുന്നെന്നു നിന്നമ്മ, തീ കൂട്ടി ചായ വെച്ചെന്നെ ഉണർത്തിയ സ്നേഹസ്വരൂപമാണമ്മ, കുന്നോളം ഉയരും വിഴുപ്പലക്കി വേർത്തൊട്ടിയ ദേഹമാണമ്മ, അച്ഛൻ വഴക്കടിച്ച് കലുമ്പോഴെപ്പോഴും തേങ്ങിക്കരഞ്ഞിരുന്നെന്നമ്മ, ഉപ്പില്ല മുളകില്ല കറികൾക്ക് രുചിയില്ല കേട്ട് സഹിച്ചിരുന്നമ്മ, വിദ്യാലയം കഴിഞ്ഞണയുന്ന നേരത്ത് വാതിൽ കലർത്തിയോരമ്മ, വയറ് നിറച്ചുണ്ണാതെ ഉണ്ണിയെയൂട്ടിയ നന്മയാണെന്നും എന്നമ്മ, ദാരിദ്ര്യ ദുഃഖത്തെ മാലോകരറിയാതെ കാത്തൊരു മൗനമാണമ്മ, ഓടിക്കിടച്ചെത്തി വാടിത്തളർന്ന ആ സമയത്തു പാലൂട്ടിയമ്മ, പനി പിടിച്ചെന്തിനോ വാവിട്ടു കരയുന്ന നേരത്ത് ജീവനായമ്മ, സ്നേഹം പകുത്തിടും നേരത്ത് കൈവിറയ്ക്കാത്തൊരു വാത്സല്യമമ്മ. നന്ദി, നമസ്കാരം. Good morning to all. My name is Christy. I am studying in LKG class. Today I am singing a new song. I like to go to school. I like to go to school. I like to go to school. Hey ho, redere ho. I like to go to school. Hey, I like to sing new song. I like to sing new. Hey ho, redere ho. I like to go to school. Zikenim simba simba repose. Kiliki pipi filifi jivla kroiki unodu nomu o chao damba damba bugo kiliki baha kiliki raha kiliki pipi filifi jivla kroiki unodu nomu o chao damba damba bugo kiliki നമസ്കാരം. ഞാൻ പ്രണവേസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൊറോണ കാലത്ത് എൻ്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ്. കൊറോണ വൈറസ് ലോകത്തെ ആകെ കീഴടക്കിയ ഒരു മഹാമാരി
ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിലും സ്കൂളിൽ പോയി കൂട്ടുകാരുമൊത്ത് കളിയും ചിരിയുമായി പഠിക്കുന്ന രീതി വളരെയധികം മിസ് ചെയ്തു. കൂടാതെ എൻ്റെ എല്ലാ അധ്യാപകരെയും അവർ നേരിട്ട് പഠിപ്പിക്കുന്ന രീതിയും മിസ് ചെയ്തു. സ്കൂളിലെ ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളും എക്സിബിഷൻ മത്സരവും കലാകായിക മത്സരങ്ങളും എനിക്ക് നഷ്ടമായി. പിന്നെ ഞാൻ വായിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ഹിന്ദി ടീച്ചർ വെരി ഗുഡ് മോനെ എന്ന് പറഞ്ഞതും ഹിന്ദി ടീച്ചറിൻ്റെ വാട്സപ്പ് ചോക്ലേറ്റ്സും എനിക്ക് വളരെയധികം ഇഷ്ടമായി. സ്കൂളിലെ ഓൺലൈൻ മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടി. കൊറോണ കാലത്ത് ഞാൻ ഞങ്ങളുടെ ട്രീ ഹൗസായ മുന്തിരി മരത്തിലിരുന്ന് അനിയത്തിയോടൊപ്പം കളിയും ചിരിയും തമാശയുമായി സമയം ചെലവഴിക്കുന്നു. ഈ കൊറോണ കാലം അവസാനിച്ച് എത്രയും വേഗം യഥാർത്ഥ സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ചിറകൊടിഞ്ഞ കുരുവിക്ക് നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്ക് നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം പറന്ന് 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 പോകണം, പറക്കണം പറന്നുയരണം പറന്ന് പോകണം. സൃഷ്ടിതാവദേഹത്തോട് കുരുവി കരഞ്ഞ് പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവദേഹത്തോട് കുരുവി പ്രാർത്ഥിച്ചു, പറക്കണം പറന്നുയരണം പറന്ന് പറന്ന് പോകണം, പറക്കണം പറന്നുയരണം പറന്ന് പറന്ന് പോകണം. ദൈവത്തിൻ കരുണയാൽ പുതുച്ചിറക് കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുച്ചിറക് കിട്ടി കുരുവിക്ക്, പറക്കുന്നേ പറന്നുയരുന്നേ പറന്ന് പറന്ന് പോകുന്നേ, പറക്കുന്നേ പറന്ന് ഉയരുന്നേ പറന്ന് പറന്ന് പോകുന്നേ. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഒരു ദേശഭക്തി ഗാനമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്, എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്, പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്, എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. അങ്ങ് ദൂരെ ആകാശത്തു കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ, ആ
Dear friends, as we come to the end of our annual day celebrations, we thank everyone behind the success. Parents played a great role this time because though planning was done by us, it is the parents who trained their children. So we thank the parents in a special way. Hope you have enjoyed the little program put up by your little ones. Hearty congratulations to you, dear children. Thank you and God bless you. Now we have come to the end of our function. Yes, friends, hope all of you have enjoyed our little program. Thank you all for watching and appreciating our little talents. I sincerely thank you, dear Father Shaiju Das, for your encouraging words inaugurating our function. Now I thank Sister Therese, our dear headmistress, for planning such a beautiful program. Our teachers have taken lot of trouble to plan and guide us to put up this program without we coming to school. I thank you all our sisters and teachers for encouraging us to put up our little talents. Next, I thank you, our dear parents, for your support and encouragement, because it is you who trained us during this pandemic season. Last but not the least, I thank you, all our friends and well-wishers, for your supporting us. Don't forget, like and share our program after you watch it. Thank you. We are students of St. Joseph School. We try to love and keep its rule, for we are taught to aim on goal and to face a failure with a smile. To a school we will royal be and render service fondly. We will work with might to gain our goal in life with a smile. We are happy girls and boys, oh St. Joseph the just man, who lead to teach that life is worth if it's lead with a smile. Knowledge, wisdom and charity